ഹായ് ഫ്രണ്ട്സ്, സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഭാഗമായ ഊട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഊട്ടിയുടെ ഫൈനൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് വഴിയിൽ കണ്ടൊരു ഷോപ്പാണ്, വെജിറ്റബിൾ ഷോപ്പാണ്, നല്ല ഫ്രഷ് വെജിറ്റബിൾസ്. പിന്നെ നേരെ പോയത് ഊട്ടിയിലെ മാർക്കറ്റിലേക്കാണ്. ഇവിടെ എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് ചീപ്പ് റേറ്റിൽ കിട്ടുന്നൊരു സ്ഥലമാണ് ഊട്ടി മാർക്കറ്റ്. ഇത് ഊട്ടി ടൗണിൽ തന്നെയാണുള്ളത്. ഇവിടെ ഹോൾസെയിലായിട്ടുള്ള കച്ചവടമുണ്ട്, റീറ്റെയിൽ ആയിട്ടുള്ള കച്ചവടമുണ്ട്. നമ്മുടെ മാർക്കറ്റ് പോലെയൊക്കെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു ആംബിയൻസ്. പക്ഷേ വെജിറ്റബിൾസൊക്കെ നല്ല ഫ്രഷ്. അങ്ങനെ വൈകുന്നേരം ആയിരിക്കുന്നു. ഊട്ടിയുടെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ്, സൂപ്പറായിട്ടുള്ളൊരു ക്ലൈമറ്റ്. ഇനി അടുത്ത പോകാനുള്ളത് ട്രെയിൻ സർവീസിലേക്കാണ്, ഊട്ടിയുടെ ടോയ് ട്രെയിൻ. പോകുന്ന വഴിക്ക് ഊട്ടി ടൗണിൽ തന്നെയുള്ളൊരു ഷോപ്പിൽ നിന്നും ചായ കുടിച്ചിട്ടോ. ചായയും വടയും നല്ലൊരു ചട്നിയും കൂടെ ചേർത്ത് കഴിച്ചു. അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഊട്ടി റെയിൽവേ സ്റ്റേഷൻ. ഊട്ടി റെയിൽവേ സ്റ്റേഷൻ ഉദകമണ്ഡലം എന്നാണ് ഒഫീഷ്യൽ പേര്. ഊട്ടിയുടെ ഒരു ഒഫീഷ്യൽ നെയിമാണ് ഉദകമണ്ഡലം. ഇതാണ് കേട്ടോ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ കിലുക്കം സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ലൊക്കേഷൻ. അതേപോലെ തന്നെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതേ ടോയ് ട്രെയിൻ. നല്ല ക്ലീനാണ്, നല്ല വൃത്തിയുണ്ട്, നല്ല ആംബിയൻസ് ആണ്. സമുദ്രനിരപ്പിൽ നിന്നും 2203 മീറ്റർ ഉയരത്തിലാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്, ഉദകമണ്ഡലം. പെട്ടെന്ന് കണ്ടാൽ ഒരു യൂറോപ്യൻ സ്റ്റൈലൊക്കെ നമുക്ക് തോന്നും. അത്രയ്ക്കും ക്ലീൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ ക്ലൈമറ്റും കൂടെ ആകുമ്പോൾ ഒരു രക്ഷയില്ല, വേറെ ലെവൽ ലുക്ക്. ഇതാണ് ഊട്ടിയിലെ ടോയ് ട്രെയിൻ. ഈ ട്രെയിനിനുള്ളിൽ ബാത്റൂംസ് ഒന്നുമില്ല കേട്ടോ. നമുക്ക് സ്റ്റേഷനിലാണുള്ളത്, ബാത്റൂംസ് ട്രെയിനിലില്ല. സൗത്ത് ഇന്ത്യയിലെ മൗണ്ടൻ ട്രെയിൻ സർവീസുള്ള ഒരേ ഒരു സ്ഥലം ഊട്ടിയാണ്. നോർത്ത് ഇന്ത്യയിൽ ഡാർജിലിങ്ങിലും ഷിംലയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ കാശ്മീരിലും തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ട്രെയിൻ അങ്ങനെ യാത്ര തുടങ്ങി. ആ കാണുന്നത് ഊട്ടി ലേക്ക്, ഊട്ടി തടാകം. ഞങ്ങളിപ്പോൾ പോകുന്നത് ഊട്ടി മുതൽ കുണൂർ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. ഈ ട്രെയിൻ പോകുന്നത് മേട്ടുപ്പാളയം വരെയാണ് കേട്ടോ. ഞങ്ങൾ മേട്ടുപ്പാളയം വരെ ഇല്ല, കുണൂർ വരെയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടിക്കറ്റ്സ് IRCTCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് എടുക്കാം. അത് ഏകദേശം 1-2 മാസം മുന്നേ തന്നെ ബുക്കാവും കേട്ടോ. അത്രയ്ക്ക് ഡിമാൻഡുള്ളൊരു അട്രാക്ഷനാണ് ഇവിടെ. പക്ഷേ കുറച്ച് ടിക്കറ്റ്സ് അവർ ഓൺലൈനിൽ കൊടുക്കത്തില്ല, അവർ സ്റ്റേഷനിൽ തന്നെ കൊടുക്കും കേട്ടോ, ഡയറക്റ്റായിട്ട്. അതൊരു 2 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ചെന്നാൽ ആ ടിക്കറ്റ്സ് കിട്ടത്തുള്ളൂ. ഞങ്ങൾ പിന്നെ IRCTCയുടെ വെബ്സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്തത്. പോകുന്ന വഴി അനേകം ടണലുകളുണ്ട്, പാലങ്ങളുണ്ട്, കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി എല്ലാം കാണാൻ പറ്റും. കുറേ പള്ളികളുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ. ആ ഒരു ഊട്ടിയുടെ ഭംഗി കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു സൈഡിൽ അഗാധമായിട്ടുള്ള കൊക്ക കുഴിയൊക്കെയാണ്. പേടി തോന്നുമെങ്കിലും നല്ലൊരു രസമുള്ളൊരു കാഴ്ച. ഊട്ടിയിലെ ടോയ് ട്രെയിൻ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, ആ ഒരു അട്രാക്ഷനാണ് ഈ ഊട്ടിയുടെ ടോയ് ട്രെയിൻ. ഊട്ടി മുതൽ കുണൂർ വരെ 20 കിലോമീറ്ററാണ് ട്രാവൽ ഉള്ളത്. അത് 1 മണിക്കൂർ കൊണ്ടാണ് കവർ ചെയ്യുന്നത്. ഡീസൽ എൻജിനിലാണ് ഈ ട്രെയിൻ ഓടുന്നത് കേട്ടോ. ഇതാണ് ട്രെയിനിൻ്റെ ഉൾവശം. നല്ല തിരക്കുണ്ട്, എപ്പോഴും ഫുള്ളായിരിക്കും ട്രെയിൻ. പോകുന്ന വഴിക്ക് പല പല സ്റ്റേഷൻസൊക്കെ കടന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പൈൻ മരങ്ങൾക്കിടയിലൂടെയൊക്കെയാണ് യാത്ര പോകുന്നത്. പോകുന്ന വഴിക്ക് കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ക്യാരറ്റ് കൃഷി, ക്യാബേജ് കൃഷി എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഷാറുഖ് ഖാൻ്റെ ദിൽസെ എന്ന് പറയുന്ന സിനിമയിലെ റഹ്മാൻ ഈണമിട്ട ആ ഒരു ചെയ്യ സോങ് മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഊട്ടിയിലെ ടോയ് ട്രെയിനിലാണ്. ടോയ് ട്രെയിൻ യാത്ര ചെയ്തതുപോലുള്ള ഊട്ടിയുടെ തണുപ്പിലൂടെ ആകുമ്പോഴത്തേക്കും വേറെ ലെവൽ കേട്ടോ. നല്ല അനുഭവം, സാധാരണ ട്രെയിൻ യാത്ര പോലെ അല്ല. ഇത് വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയാണ് ആർമി ക്യാമ്പ് ഉള്ളത്. നോക്കിക്കേ എന്ത് രസമാണ്. അതെല്ലാം കടന്നപ്പോൾ ഫൈനലി ഞങ്ങൾ കുണൂർ എത്തിയിരിക്കുന്നു. കുണൂർ എത്തിയപ്പോഴത്തേക്കും നല്ല മഴ തുടങ്ങി. പിന്നെ കുണൂരിൽ നിന്നൊരു ബസ്സിൽ കയറിയിട്ടാണ് തിരികെ ഊട്ടിയിലേക്ക് വന്നത്. ഊട്ടിയിൽ വന്നിട്ട് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തി. ഇനി നാളെ ഇവിടുന്ന് കോയമ്പത്തൂരിലേക്കാണ് പോകാനുള്ള പ്ലാൻ. സോ ഊട്ടി വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ബാക്കി സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.